ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ബാക്കി വന്ന ദോശമാവ് കൊണ്ടൊരു വൈകുന്നേരത്തെ 4 മണിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചായയുടെ കടി തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതിനാവശ്യമായത് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ രാവിലെ വന്ന ബാക്കി ആയ ദോശ മാവ്, അതുപോലെ കുറച്ച് അരിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ ബാക്കി വന്ന ദോശ മാവിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കട്ടി ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയുടെ അളവ് പറയുന്നില്ല, ഏകദേശം ഒരു ടൈറ്റ് ആകുന്നത് വരെ നോക്കിയിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. രാവിലെ നമ്മൾ ദോശ മാവിൽ ഉപ്പിട്ടതാണ് എങ്കിലും ഈ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ഈ പാകത്തിലാണ് വേണ്ടത്. നമുക്ക് സ്പൂണ് കൊണ്ട് കോരി ഒഴിക്കാൻ പറ്റുന്ന ഇതേപോലെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചൂടായ സമയത്ത് സ്പൂണ് കൊണ്ട് കോരിയിട്ട് കൊടുക്കാം. ഇതുപോലെ കോരിയിട്ട് ഒരു ഭാഗം നന്നായി മൊരിയുന്ന സമയത്ത് മറ്റേ ഭാഗവും തിരിച്ചിട്ട് കൊടുത്ത് കോരിയെടുത്താൽ വൈകുന്നേരത്തേക്കുള്ള ചായയുടെ കടി തയ്യാറായി. അപ്പോൾ ഞാൻ ഇതിലിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ പലഹാരം തയ്യാറാവുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. രാവിലെ നമ്മൾ ദോശ കഴിച്ചാലും വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഓരോ ദിവസവും വ്യത്യസ്തമായ ആഹാരങ്ങൾ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഇതുപോലെ ഒരു വെറൈറ്റി തയ്യാറാക്കി കൊടുത്താൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. അധികം എണ്ണയൊന്നും അങ്ങനെ അബ്സോർബ് ചെയ്യാത്ത ഒരു പലഹാരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല സ്വാദും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കൂ. അപ്പോൾ ഏകദേശം ഉള്ളതെല്ലാം കുറച്ചെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറായ സമയത്ത് നമുക്കിതൊന്ന് വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.